ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് മൈൻക്രാഫ്റ്റ് അല്ല, അതിനൊരു കോപ്പി ഗെയിമാണ്. എൻ്റെ പേര് ക്രാഫ്റ്റ് ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് കളിച്ചു തുടങ്ങാം ഗൈസ്. നമ്മൾ ആദ്യം തന്നെ ചുറ്റുവടക്കം നോക്കി ആമയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. കഷ്ടകാലത്തിന് ആഡും വന്ന് പണ്ടാരം. ഓക്കെ ഗൈസ്, നമുക്ക് തന്നെ മരം വെട്ടാം. ഓക്കെ, മരം വെട്ടിയിട്ട് വേണം നമുക്ക് പ്ലാങ്ക്സ് ആക്കാൻ. പ്ലാങ്ക്സ് ആക്കിയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, ലാസ്റ്റ് പീസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ പ്ലാങ്ക്സ് ആക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ പ്ലാങ്ക്സ് ആക്കിയിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം, പിന്നീട് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഞാനവിടെ പ്ലേസ് ചെയ്യാൻ പോകാം. നമ്മുടെ ഹോം ഐലൻഡ് ഇതാണ്. ഇവിടെയാണ് പിന്നെ വീടൊക്കെ കെട്ടാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ടൂൾ ക്രാഫ്റ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ പിക്കേഴ്സാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാങ്ക്സ് ക്രാഫ്റ്റ് ചെയ്യുന്നു. കണ്ടില്ലേ, എനിക്കിപ്പോൾ പിക്കേഴ്സ് ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈനിങ് ചെയ്യാണ്. സ്റ്റോൺ പിക്കേഴ്സ് ആക്കാനാണ് ഞാൻ ഇങ്ങനെ മൈനിങ് ചെയ്യുന്നത്. ഗൈസ്, മൈൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഗ്രാനൈറ്റാണ് ഗൈസ്. അടിയിൽ കാണുന്നത് ഗ്രാനൈറ്റാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പൊട്ടാൻ പണിയെടുക്കുന്നുണ്ട്. ഗ്രാനൈറ്റാണെന്ന് തോന്നുന്നു ഗൈസ്. ഗൈസ്, അത് ഗ്രാനൈറ്റാണെന്ന് തോന്നുന്നു. ഗ്രാനൈറ്റ്. എൻ്റെ ഊഹം കറക്റ്റായി. നമുക്ക് വീണ്ടും കുഴിക്കാം. നമുക്ക് ഫൈനലി നമ്മൾ സ്റ്റോൺ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റോൺ നമ്മൾ കോബിൾ സ്റ്റോണാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനെ മൈൻ ചെയ്യുകയാണ്. സ്റ്റോൺ മറ്റേ വുഡൻ പിക്കാസ് ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തി തന്നെ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റോൺ ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റിൽ നമുക്ക് മുറിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ സ്റ്റോൺ കണ്ടുപിടിച്ചിട്ട് സ്റ്റോൺ പിക്കാസ് ആക്കുന്നത്. അയൺ കണ്ടുപിടിക്കണം, ഡയമണ്ട് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് പിക്കാസും നമുക്ക് പവറൊക്കെ കൂട്ടാം ഗൈസ്. മുറിക്കാം. അവിടെ ചെറിയ വാരി ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും വലിയ മൈൻ ചെയ്യാമെങ്കിൽ അങ്ങോട്ട് പോയാം. സ്റ്റോൺ പിക്കാസ് ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു മരം കൂടി കുറച്ച് മുറിക്കാം. ഇവിടെ കുറച്ച് വീട് കെട്ടാനോ അല്ലെങ്കിൽ നമുക്കിവിടെ വീട് കെട്ടുന്ന സ്ഥലം നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റൂയിൻ എയർപോർട്ടിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. നമുക്ക് അടുത്തുനിന്ന് നിധി കിട്ടുമോ നോക്കാനാണ്. ചെസ്റ്റ് എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചെസ്റ്റ് ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചെസ്റ്റ് എവിടെയാണെന്ന് നോക്കുകയാണ്. ലാവയൊക്കെ ഉണ്ട്, നോക്കിപ്പോണം. ഒരു ഡാമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഡാമേജ് കിട്ടുന്നുണ്ട്. സോഡും ലെഗിൻസ് എടുത്തു. കുറച്ച് അയൺ നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ ഫയർ ചാർജ്, ഫ്ലിൻറ്റ്. ഓക്കെ ഗൈസ്, കാണാൻ കിട്ടിയ ലോട്ട് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും എൻ്റെ സ്കിന്നിലേക്ക് ഇങ്ങനെ കിട്ടുക, അതെൻ്റെ രൂപത്തിലേക്ക് കിട്ടി അങ്ങനെ ഉണ്ടാക്കി കിട്ടി ഗൈസ്. അത് നമ്മൾ ഇട്ടു. ഓക്കെ, അലക്സ് പെണ്ണായിരുന്നു ഗൈസ് എൻ്റെ ക്യാരക്ടർ. പിന്നെ മാറ്റാം, ഇപ്പം നോക്കണ്ട. ലെഗിൻസ് ഇട്ടു. തോർണസൊക്കെ ഗൈസ് ഉണ്ട് കേട്ടോ, തോർണസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ അധികം കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് അങ്ങോട്ട് നമ്മളെ ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം. അതിന് മുകളിലോട്ട് പൊങ്ങി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്ക് നട്ടുച്ചയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താ കറക്റ്റായെന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റായി ഗൈസ്. നമുക്ക് പോവാം. നമ്മൾ
ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മുടെ ഹോം ഐലൻഡിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ വീട് കെട്ടേണ്ട ഞാനിവിടെ മരം മുറിച്ചതിൻ്റെ പീസൊക്കെ ബാക്കി കിടക്കുന്നുണ്ടായത് ഗൈസ്. ഫോൺ ചെറുതായിട്ടൊന്ന് ലാഗ് ആവുന്നുണ്ട് ഗൈസ്, ഭയങ്കര ലാഗ് ആവുന്നുണ്ട് ഗൈസ്. കഴിഞ്ഞില്ല ഗൈസ്, സെക്കൻഡ് ഗൈസ്, ചെറിയൊരു ലാഗ്. ഇപ്പം നേരം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് മുറിക്കാം ഗൈസ്. നമുക്കിത് വൃത്തിക്കൊന്ന് മുറിച്ചെടുക്കാം. ഇവിടെയൊക്കെ വലിയൊരു വീടാണ് നമുക്ക് കിട്ടുന്നത്, മൈനിങ് ഏരിയയിലുള്ള. അതും കൂടി മുറിച്ചേക്കാം. അത് മുറിച്ച് സമാധാനമാവും, പിന്നെ അത് മുറിക്കാറ് വീണ്ടും ഇല്ലാതായി ഗൈസ്. ഒരു സെക്കൻഡ്. ഓക്കെ ഗൈസ്, ഓക്കെ ഇപ്പോൾ വന്നു. ഇതും കൂടി മുറിച്ചേക്കാം. നമ്മളെ ഉടമ്പിക്കാശിൻ്റെ ഹെൽത്ത് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ ഇനി ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മളിതാ ഓക്കെ ഗായ്സ്, നമ്മളുടെ ഈ വീടും കൂടി മുറിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടായിട്ടുണ്ട് സ്ഥലം കാര്യങ്ങളൊക്കെ റെഡിയാവും ഗായ്സ്. ഗായ്സ് ഓക്കെ, ഓൾറെഡി ഞാൻ ഒരു സീഡ് കണ്ടിട്ടുണ്ട്, കളക്ട് ചെയ്തു. അപ്പോൾ ഗായ്സ് ഇത് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ ഇതൊക്കെ കിട്ടും. അപ്പോൾ ഞാനിത് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യട്ടെ. അത്യാവശ്യം ഇരുട്ടായോ എന്നൊരു ഡൗട്ടുണ്ട്. രാത്രിയായോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് വരണം. എങ്ങനെയും കോളൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. മുമ്പിൽ ഐസ് ഇതൊക്കെ പോയാൽ നമുക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര പണിയാണ് അത് കണ്ടുപിടിക്കാൻ. എന്നാലും നമ്മൾ മൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കും. അടുത്ത എപ്പിസോഡിൽ ഞാൻ മിക്കവാറും വീഡിയോ ഇട്ടാനാണ് പ്ലാൻ. വീടിൻ്റെ ചെറിയൊരു ബേസ് കിട്ടും, പിന്നെ നമ്മൾ വലിയൊരു വീട് അധികം ലക്ഷറി കിട്ടും. കാണുന്നില്ല ഐസ്, ഇട്ടായി ചെറിയൊരു ലൈറ്റ് വന്ന് ഒക്കെ അങ്ങോട്ട് പോകും. ഓക്കെ, ഒരുപാട് അത്യാവശ്യം ഞാൻ ചെറിയൊരു ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് ആയിട്ടുണ്ട്. ഒരു പശു നമ്മളെ ഐലൻഡ് സ്പോണായി ഗൈസ്. ഫസ്റ്റ് പശു നമ്മൾ പശു സ്പോണായി. അപ്പോൾ എൻ്റെ എപ്പിസോഡ് ഇനി ഇത്രയേ ഉള്ളൂ. സൂര്യൻ അസ്തമിക്കുന്നു ഗൈസ്. അടുത്ത എപ്പിസോഡ് നമ്മൾ എന്തായാലും നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്. എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഈ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.